അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. ബഹുമാന്യനായ ഉദ്ഘാടക പ്രഭാഷകൻ കാഞ്ഞിപ്പുഴ കിഴക്ക് മുസ്ലിം ജമാഅത്തിൻ്റെ ഇമാം സൈനുദ്ദീൻ മൗലവി, കാഞ്ഞിപ്പുഴ മുസ്ലിം ജമാഅത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് സലാം ഹാജി, മറിയം ഖുർആൻ അക്കാദമിയുടെ പ്രിൻസിപ്പാൾ പ്രിയപ്പെട്ട അൻവർ മൗലവി തുടങ്ങി നമ്മുടെ ഈ റമളാൻ പ്രഭാഷണം നിർവഹിക്കുകയും ദുആയ്ക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ ഉസ്താദ് മൗലാന അബ്ദുസ്സലാം ഹസനി ഖാസിമി, പ്രിയപ്പെട്ട അലിമിയൻ അക്കാദമിയുടെ ചെയർമാൻ ഷിഹാബുദ്ദീൻ മൗലവി, വലിയകുളങ്ങര ജുമാ മസ്ജിദിൻ്റെ ഇമാമും നമ്മുടെ നാടിൻ്റെ അഭിമാനവുമായ പ്രിയപ്പെട്ട ഇർഷാദ് മൗലവി, നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ഹാഫിളും പ്രിയങ്കരനുമായ അഫ്ലഹ് നദ്വി, അതുപോലെ ജമാഅത്തിൻ്റെ മുൻ പ്രസിഡന്റ് കോയിക്കൽ ഞങ്ങളുടെ കൊച്ചാപ്പ അബ്ദുറഹ്മാൻ ഫളൽ തുടങ്ങി, അതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഹാഫിളും പിന്നെ മുഫ്തിയുമായിട്ടുള്ള അമാനുള്ള മൗലവി സ്റ്റേജിലോട്ട് വന്നിരുന്നാൽ വളരെ ഹൈറായിരുന്നു. കാരണം ഹാഫിളുകളെ ആദരിക്കുന്ന ചടങ്ങ് നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്ന ഹൈറാണ്. തുടങ്ങി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള മുഴുവൻ ഹാഫിളുകളും അതുപോലെ തന്നെ ഹാഫിളത്തുകൾ എല്ലാവരെയും പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ദാറുൽ മുഹ്സിനാത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് നടത്തുകയാണ്. പടച്ചവൻ അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള ഓൺലൈൻ അക്കാഡമി വിശുദ്ധ ഖുർആൻ മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെയായി ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നു കൊണ്ടും പഠിക്കാൻ പറ്റുന്ന തരത്തിലൊരു ക്രമീകരണം സഹാബ ഓൺലൈൻ അക്കാഡമി എന്ന നാമധേയത്തിൽ ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി. അൽഹംദുലില്ലാഹ് വളരെ ഉജ്ജ്വലമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലും ഒക്കെയുള്ള കുട്ടികൾ അതിൽ വളരെ ആത്മാർത്ഥമായി പഠിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. തജ്വീദ് പഠനം, അതുപോലെ തന്നെ പാരായണ ഖുർആൻ പാരായണം, ഹിഫ്ള് മുതിർന്നവർക്കും ഒക്കെയായി തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ മുതിർന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്നവർക്കും മുതിർന്ന സ്ത്രീകൾക്കുമൊക്കെ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ അണിചേർന്ന് ഈ ആത്മാർത്ഥമായ പരിശ്രമത്തിൽ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നടക്കേണ്ടത് റമളാൻ പ്രഭാഷണം, അതുപോലെ നമ്മുടെ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ നാമുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ദുആ ഇതെല്ലാം നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഈ സ്ഥാപനത്തെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന, യഥാർത്ഥത്തിൽ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.